വെൽക്കം ടു പാർവതി സ്കൂൾ ഓഫ് കൊമേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അതായത് പുതിയ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് പുതിയ ഫോർമാറ്റിലാണ് നമ്മൾ കമ്പനി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും പണ്ട് നമ്മൾ പഠിച്ച് ശീലിച്ചിട്ടുള്ള ആ ഒരു ടി ഫോർമാറ്റിലല്ല വരക്കുന്നത്, വെർട്ടിക്കൽ ഫോമിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും രണ്ടും വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പോർഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് പുതിയ റൂൾ അനുസരിച്ച് വെർട്ടിക്കലായിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേരള യൂണിവേഴ്സിറ്റിയിലെ 4th സെമസ്റ്റർ BCom അവർക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു പേപ്പറിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ബാലൻസ് ഷീറ്റിൻ്റെ. അപ്പം ഏകദേശം ഈ രീതിയിലാണ് ഫോർമാറ്റ് വരുന്നത്. പർട്ടിക്കുലർസ് കോളം ഉണ്ടാകും, ഒരു നോട്ട് നമ്പർ ഉണ്ടാവും. നോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോ ഐറ്റത്തിനും എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും കൂട്ടിയെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ നമ്പർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വർക്കിംഗ് നോട്ട് നമ്പർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോട്ട് നമ്പർ എന്ന് പറയുന്നൊരു കോളം ഇവിടെ വരുന്നത്. നെക്സ്റ്റ് കറണ്ട് ഇയർ എമൗണ്ടും പ്രീവിയസ് ഇയർ എമൗണ്ടും ആണ്. അത് നമുക്ക് മിക്കവാറും ആൻസർ ചെയ്യുമ്പോഴത്തേക്കും ഈ കറണ്ട് ഇയർ എമൗണ്ട് മാത്രം കാണിച്ചാൽ മതിയാകും. അതിൻ്റെ ഒരു ആവശ്യം തൽക്കാലം നമുക്ക് ഈ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് ബാലൻസ് ഷീറ്റ് വരുന്നത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതായത് ലയബിലിറ്റീസ് ആണ് വരുന്നത്. ആ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൽ തന്നെ 4 മെയിൻ ഹെഡും അതിൻ്റെ അകത്ത് കുറേ സബ് ഹെഡ് ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് അത് ടോട്ടൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അസറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അസറ്റിൽ ആകെ 2 ഐറ്റംസേ വരുന്നുള്ളൂ മെയിനായിട്ട്, നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. എന്നിട്ട് അതിൻ്റെ അകത്താണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഓരോ ഐറ്റംസും എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിലെ ഫസ്റ്റ് ഹെഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ ആണല്ലേ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ തന്നെ ഇവിടെ 4 ഐറ്റംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ ഇറ്റ്സെൽഫ്, ഷെയർ ക്യാപിറ്റലാണ് ആദ്യ ഐറ്റം വരുന്നത്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ക്യാപിറ്റലിൻ്റെ ആ ഒരു സ്ട്രക്ചർ അത് മനസ്സിലാക്കിയിരിക്കണം. അതായത് നോർമലി ഒരു കമ്പനി അതിന് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ, ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റൽ അതിൻ്റെ മെമ്മോറാണ്ടത്തിൽ ക്യാപിറ്റൽ ക്ലോസിലാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു കമ്പനി ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി മാക്സിമം ഒരു 1 കോടി വരെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ 1 crore എന്നുള്ളത് അവരുടെ മെമ്മോറാണ്ടത്തിൽ കാണിച്ചിട്ടുണ്ടാവും. ഈ മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന ഈ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇനി ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒറ്റയടിക്ക് ഈ 1 crore വിളിക്കണമെന്നില്ല അല്ലേ, കമ്പനിയുടെ ആവശ്യാനുസരണമാണ് അത് വിളിക്കുന്നത്. അപ്പോൾ ഈ കമ്പനി ഇങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ ഇപ്പം അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 1 crore ആ എക്സാമ്പിളിൽ തന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 lakhs ആണ് കമ്പനിക്ക് വേണ്ടത്. ഇപ്പോൾ 10 lakhs എമൗണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. അപ്പോൾ ഈ 10 lakhൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്തു. ആ 10 lakh എന്ന് പറയുന്ന ആ ക്യാപിറ്റലിനെ നമ്മൾ വിളിക്കുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നാണ്. എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ? ഓക്കെ, അപ്പം ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്ന് ആവശ്യമുള്ളത്രയും ഇഷ്യൂ ചെയ്തു, അതിനെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. ഇനി ഇഷ്യൂഡ് ക്യാപിറ്റലിൽ തന്നെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, മുഴുവൻ സബ്സ്ക്രിപ്ഷൻ നടക്കണമെന്നില്ല. ചിലപ്പോൾ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആവാം അല്ലേ, ചിലപ്പം ഈക്വൽ സബ്സ്ക്രിപ്ഷൻ ആവാം, ചിലപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷനും വരാം. അപ്പം പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ദാറ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് എന്ത് വിളിക്കുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ അതിൽ തന്നെ ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൽ തന്നെ കമ്പനി വിളിക്കുന്ന അനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത്. ആപ്ലിക്കേഷൻ മണി എല്ലാവരും ഫസ്റ്റ് അടക്കും, അത് കഴിഞ്ഞ് പിന്നെ അലോട്ട്മെൻറ്റ്, കോൾസ്, അങ്ങനെ പല സെക്ഷൻസ് ആയിട്ടാണ് നമ്മളൊരു ഷെയറിൻ്റെ എമൗണ്ട് കമ്പനി കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്തു, ഒരു ആപ്ലിക്കേഷൻ മണി അലോട്ട്മെൻറ്റ് മണി മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ, കോൾസ് പിന്നീട് മതി. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കും, അതുവരെ വിളിച്ചിട്ടുള്ള ക്യാപിറ്റൽ. ഇനി അതിൽ തന്നെ എല്ലാ ഷെയർ ഹോൾഡേഴ്സും പേയ്മെൻറ്റ് നടത്തണമെന്നില്ല, ചിലർ പേയ്മെൻറ്റ് നടത്താണ്ടും ഇരിക്കാം.
അപ്പോൾ അതിൽ പേയ്മെൻറ്റ് നടത്തി ആക്ച്വലി കമ്പനിയുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ എന്ത് വിളിക്കാം? പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അപ്പോൾ കണ്ടോ ആ സ്ട്രക്ചർ വരുന്നത് കണ്ടോ? ഫസ്റ്റ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിരുന്നു, അതിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന പോർഷനെ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അതിൽ നിന്നും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്ന പോർഷനെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അതിൽ തന്നെ പേയ്മെൻറ്റ് നടത്തിയതിനെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പെയ്ഡപ്പ് ക്യാപിറ്റലാണ് മിക്കവാറും നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്ത് ലയബിലിറ്റി സൈഡിൽ ആഡ് ചെയ്തെടുക്കാവുന്ന പർപ്പസിന് വേണ്ടി കാണിക്കുന്നത് ഈ പെയ്ഡപ്പ് ക്യാപിറ്റലാണ്. അപ്പോൾ ആ എമൗണ്ടാണ് നമ്മളിവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഹെഡിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ് വരുന്നത്? റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ കമ്പനി അതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചേക്കുന്ന പോർഷൻസ് ആണ്. റിസർവായിട്ട് മാറ്റി വെച്ചേക്കുന്ന പോർഷൻസ് ആണ്. ഇത് ക്യാപിറ്റൽ റിസർവ് ആകാം, അല്ലാതെ ജനറൽ റിസർവ് ആകാം, അങ്ങനെ ഏത് ടൈപ്പ് വേണം റിസർവ്. ലോങ് ടൈം റിസർവ് ലയബിലിറ്റികളെല്ലാം ഈ ഒരു ഹെഡിലാണ് വരുന്നത്. ഇനി ഈ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ആ ടൈം ഒന്ന് നോട്ട് ചെയ്തോളണം. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസർവ് മെയ്ഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ആവാം. എന്ന് വെച്ചാൽ കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഒഫീഷ്യലി ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചിലപ്പോൾ നടക്കാം, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്നാണ് വിളിക്കുന്നത്. അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റാണ്, ക്യാപിറ്റൽ നേച്ചറിലുള്ളതല്ലേ. അപ്പോൾ അതിൽ നിന്ന് റിസർവ് മാറ്റി വെച്ച് അതിനെ ക്യാപിറ്റൽ റിസർവ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അമാൽഗമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് അക്വയർ ചെയ്യുകയാണ്, വേറൊരു ബിസിനസ്സിന് നമ്മൾ അക്വയർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടായെന്ന് വിചാരിക്കുക, അതും ക്യാപിറ്റൽ പ്രോഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റുകളിൽ നിന്ന് സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചേക്കുന്നതിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റിസർവും ഈ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറൻസ് ആണ്. മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറൻസ്. ഈ ഷെയർ വാറൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഷെയർ പോലെയൊക്കെ തന്നെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഹെൽപ്പ് ദ ഷെയർ ഹോൾഡേഴ്സ് ടു അക്വയർ ഷെയർസ്. അത് ആക്ച്വൽ ഷെയർസ് അല്ല, അത് ഫുൾ ഷെയർ അലോട്ട് ചെയ്യുന്നതിന് മുമ്പ് ടെമ്പററി ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻറ്റ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് ആ ഷെയർ ഹോൾഡിങ്ങിൻ്റെ റൈറ്റാണ് കാണിക്കുന്നത്. ആക്ച്വൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടില്ല, അതിന് പകരം ആക്ച്വൽ ഷെയർ കിട്ടാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്, അതിനെയാണ് നമ്മൾ ഷെയർ വാറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ വാറൻസിന് എന്തെങ്കിലും മണി ഇഷ്യൂ ചെയ്തിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ അത് എവിടെ തന്നെയാണ് വരുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന ഹെഡിലാണ് വരുന്നത്. ലാസ്റ്റ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. എന്തെങ്കിലും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഈ ഒരു ഹെഡിൽ വരുത്താം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഫസ്റ്റ് ഹെഡിൽ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. നെക്സ്റ്റ് ലയബിലിറ്റി, രണ്ടാമത്തത് ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്. ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, അതായത് ഷെയർ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ 10 രൂപയുടെ ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ ഈ 10 രൂപ ഒരുമിച്ചായിരിക്കത്തില്ല കമ്പനി റിസീവ് ചെയ്യുന്നത്, അല്ലെ? ചിലപ്പോൾ ഒരു 2 രൂപ ആപ്ലിക്കേഷൻ മണി ആയിരിക്കാം, 3 രൂപ അലോട്ട്മെൻറ്റ് മണി ആയിരിക്കാം, ബാക്കി 3 രൂപ ഒരു ഫസ്റ്റ് കോൾ ആയിക്കോട്ടെ, 2 രൂപ സെക്കൻഡ് കോൾ, അങ്ങനെയൊക്കെ ആയിരിക്കാം വരുന്നത് ഷെയർ. അപ്പോൾ അതിൽ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഫസ്റ്റ് 2 റുപ്പീസ് റിസീവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള അലോട്ട്മെൻറ്റ് മണി ബാക്കിയുള്ള കോളും ഒന്നും റിസീവ് ചെയ്തിട്ടില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്. ആപ്ലിക്കേഷൻ മണി കിട്ടിയാൽ ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ഷെയർ ക്യാപിറ്റലാണ്, പക്ഷേ അലോട്ട്മെൻറ്റ് പെൻഡിങ് ആണ്, അത് നടന്നിട്ടില്ല. അപ്പോൾ അതും എവിടെ തന്നെയാണ് വരുന്നത്? ലയബിലിറ്റിയിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആണ് കാണിക്കുന്നത്. ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് ഐറ്റം ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നോൺ കറണ്ട് അസറ്റും പിന്നെ ഫോർത്ത് വരുന്നത് കറണ്ട് അസറ്റും ആണ്. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോൺ കറണ്ട് ആണ്, അതായത് ഫിക്സഡ് അസറ്റ് ആണ്. 1 ഇയറിനേക്കാളും കൂടുതൽ കാലാവധി എടുക്കുന്ന ലയബിലിറ്റീസ് 1 ഇയറിനേക്കാളും കൂടുതൽ കാലാവധി എടുക്കുന്ന ലയബിലിറ്റീസ് ആണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്നത്. ഓക്കെ, അതിൽ ലോങ് ടൈം ബോറോവിങ്സ് വരാം, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് വരാം, അതർ ലോങ് ടൈം ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കാം, ലോങ് ടൈം പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിന് വേണ്ടി മാറ്റി വെക്കുന്നത്, അതൊക്കെ ലോങ് ടൈം പ്രൊവിഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ
ഏത് ഹെഡിലാണ് വരുന്നത്? നോൺ കറണ്ട് ലയബിലിറ്റി, അതായത് ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡിലാണ് വരുന്നത്. ലാസ്റ്റ് കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റിയിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ നോൺ കറണ്ടിൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഐറ്റംസ് ആണ് വരുന്നത്. കണ്ടോ, ഷോർട്ട് ടൈം ബോറോവിങ്സ്, ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റേഴ്സാണ്. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അതർ കറണ്ട് ലയബിലിറ്റീസ്, ഇത് കൂടാതെ എന്തെങ്കിലും കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതൊക്കെ കറണ്ട് ലയബിലിറ്റീസ് ആണല്ലോ, അതൊക്കെ ഈ ഒരു ഹെഡിൽ വരും. ലാസ്റ്റ് ഷോർട്ട് ടൈം പ്രൊവിഷൻസ്, അതായത് ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ്, അങ്ങനെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഒക്കെ വരാം. പക്ഷെ നോർമലി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് നമ്മൾ പ്രൊവിഷൻ്റെ ഹെഡിൽ വേണമെങ്കിൽ കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അസറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് നെറ്റ് ഡെറ്റേഴ്സ് അസറ്റിൽ കാണിച്ചാലും മതി. രണ്ട് രീതിയിലും ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത്രയാണ് ലയബിലിറ്റി, ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റിലെ ഫസ്റ്റ് ഐറ്റം. ലയബിലിറ്റീസിൽ 4 ഐറ്റംസ് ആണ്, മെയിൻ ഐറ്റംസ് ആണ് വരുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, നോൺ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് നമ്മൾ അതിനെ ടോട്ടൽ ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ് ആണ് അസറ്റുകൾ വരുന്നത്. അസറ്റിൽ 2 മെയിൻ ഹെഡിങ്ങേ ഉള്ളൂ, നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റാണ്. അതായത് 1 ഇയറിൽ കൂടുതൽ കാലാവധിയുള്ള അസറ്റുകളാണ് ഫിക്സഡ് അസറ്റാണ്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പം ഈ 1 ഇയറിൽ കുറവ് കറണ്ട് അസറ്റുകൾ. ഓക്കെ, അപ്പോൾ നോൺ കറണ്ട് അസറ്റിനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് ആൻഡ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഫിക്സഡ് അസറ്റ് ആൻഡ് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ ഫിക്സഡ് അസറ്റിൽ തന്നെ ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും സെൻസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന അസറ്റുകളാണ്. ഇപ്പോൾ ലാൻഡ്, ഫർണിച്ചർ, ബിൽഡിങ്, അതൊക്കെ ഈ പറയുന്ന ടാഞ്ചിബിൾ അസറ്റിൽ വരും. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ ഗുഡ് വില്ല്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് എന്നുവെച്ചാൽ നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റാത്ത, ഫീൽ ചെയ്യാൻ മാത്രം പറ്റുന്ന കമ്പനിയുടെ അസറ്റുകളാണ്. ഓക്കെ, അപ്പോൾ അത് ഫിക്സഡ് അസറ്റിൻ്റെ കാറ്റഗറിയിൽ വരും. പിന്നെ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണിക്കാം. പിന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഷെയർസിലൊക്കെ ഒരു നീണ്ട കാലയളവിലോട്ട് ഫിക്സഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഹെഡിലാണ് വരുന്നത്. ഉണ്ട് ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്. നമ്മൾ ആർക്കെങ്കിലും അസറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും റിലേറ്റഡ് പാർട്ടീസിനോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് ലോങ് ടൈം ലോൺസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 5 ഇയേഴ്സോ അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സിലോട്ടൊക്കെ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അസറ്റാണ്. അതർ നോൺ കറണ്ട് അസറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീപെയ്ഡ് എക്സ്പെൻസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരും. നെക്സ്റ്റ് കറണ്ട് അസറ്റുകളാണ്. കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലോങ് ടൈം നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് നേരെ ഓപ്പോസിറ്റ്. ഷോർട്ട് പീരീഡിലോട്ട് ഏതെങ്കിലും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരും, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഇൻവെൻറ്ററീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് സ്റ്റോക്ക് ഓഫ് എന്തൊക്കെയാവാം? റോ മെറ്റീരിയൽ ആവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. പിന്നെ ടൂൾസ്, സ്പെയർസ് ആവാം, സ്പെയർ പാർട്സിൻ്റെയൊക്കെ. പിന്നെ ലൂസ് ടൂൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇൻവെൻറ്ററി ആകാം. അതൊക്കെ കറണ്ട് അസറ്റാണ്. ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സൺട്രി ഡെറ്റേഴ്സ് വരാം, ബിൽസ് റിസീവബിളൊക്കെ വരാം. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് നമ്മൾ സാധാരണ പറയാറില്ലേ, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്നൊക്കെ പറയുന്ന ഐറ്റംസ്, അതൊക്കെ ഈ ഒരു ഹെഡിലാണ് വരുന്നത്. ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇവിടെ പറഞ്ഞ ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഷോർട്ട് പീരീഡിലോട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, പുറത്തുള്ള പാർട്ടിക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഹെഡിൽ വരും. പിന്നെ അതർ കറണ്ട് അസറ്റ്, ഇത് കൂടാതെ ഏതെങ്കിലും ഒരു കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ ഒരു ഹെഡിൽ കൊണ്ടുവരാം. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക. ഈ 2 ടോട്ടൽ എന്താവണം? ടാലി ആവണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആകുള്ളൂ. അപ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ KGC നായർ സാറിൻ്റെ ടെസ്റ്റിലെ 7ാമത്തെ ഇല്ലസ്ട്രേഷൻ ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓഫ് ₹100 ഈച്ച്. ഫുള്ളി പെയ്ഡ് ഷെയർസ് ആണ്, അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തന്നെയാണ് ഡയറക്റ്റ് തന്നിരിക്കുന്നത് 6 lakhs. ദെൻ ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ്,
അറ്റ് കോസ്റ്റ് റുപ്പീസ് 8,60,000. ഈ ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഫോർ അലോവിങ് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ കുറയ്ക്കാണ്ടുള്ള ഫിക്സഡ് അസറ്റ് ആണ്. ഒരുമിച്ചാണ് കാണിച്ചേക്കുന്നത് ഫിക്സഡ് അസറ്റുകളുടെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഫിക്സഡ് അസറ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ദെൻ ക്രെഡിറ്റേഴ്സ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ഇൻവെൻ്ററീസ്, ബിൽസ് റിസീവബിൾ, അതൊക്കെ ഡയറക്റ്റ് ഐറ്റംസ് ആണ്. പിന്നെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, കണ്ടോ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റിൽ നിന്ന് ഈ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കാണിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ്സ് 70,000 ആണ്. അതായത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇത് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാണ്ട് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടൊരു ഐറ്റമാണ് പറയുന്നതെങ്കിൽ അതെല്ലാം ലോങ് ടൈം ആയിട്ട് എടുക്കുക. അതിപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണെങ്കിലും പ്രത്യേകിച്ച് ഷോർട്ട് ടൈം ആണ് എന്നെടുത്ത് പറയാത്തടത്തോളം നമ്മൾ ലോങ് ടൈം ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലോങ് ടൈം ആയിട്ട് തന്നെ എടുക്കാം. ദെൻ റിസർവ് ആൻഡ് സർപ്ലസ്. ദെൻ 5% ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് സെക്വേർഡ് ആണ്. എന്ന് വെച്ചാൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അതിന് എഗൈൻസ്റ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടി, ബിസിനസ്സിലൊരു പ്രോപ്പർട്ടി തന്നെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ അൺസെക്യൂർഡ് ലോൺ ഉണ്ട്. ഇത് സെക്യൂർഡ് ആണെങ്കിലും അൺസെക്യൂർഡ് ആണെങ്കിലും രണ്ടും ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ ഇത് ലോങ് ടൈമും ആണ്. പിന്നെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, പിന്നെ പ്രിലിമിനറി എക്സ്പെൻസസ്, ഇതൊക്കെയാണ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പോൾ നോർമലി നമ്മളിത് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഫോമിലാവുമ്പോഴത്തേക്കും ഇതിന് 2 ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള ഫിക്റ്റീഷ്യസ് അസറ്റുകൾ റിസർവ് ആൻഡ് സർപ്ലസിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുക. നമ്മൾ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്ന കണ്ടോ ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഐറ്റത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കാണിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ഐറ്റം അതർ കറണ്ട് അസറ്റിൽ അതർ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ കാണിക്കുക. അങ്ങനെ 2 ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഫിക്റ്റീഷ്യസ് അസറ്റുകൾക്ക്. അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ആൻഡ് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ് നോർമലി വരുന്ന ഫിക്റ്റീഷ്യസ് അസറ്റുകൾ. ഓക്കെ, ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ പ്രൊവിഷൻ ഷോർട്ട് ടൈം പ്രൊവിഷൻ ആണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് ഡ്യൂ ഓൺ 5% ഡിബഞ്ചേഴ്സ്. ഇവിടെ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറിൻ്റെ അക്രൂഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റാണ്. അക്രൂഡ് മീൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ലൈബിലിറ്റി ആണ്. ഷോർട്ട് ടൈം അതർ ലൈബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിൽ കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ബാലൻസ് ഷീറ്റിൻ്റെ ഫുൾ ഫോർമാറ്റ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഫോർമാറ്റിന് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഫുൾ ഫോർമാറ്റ് ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഓരോ ഐറ്റവും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് ഐറ്റം തന്നെ തന്നിട്ടുണ്ട് 6 lakh. ഇപ്പോൾ നോട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരിട്ട് ഷെയർ ക്യാപിറ്റൽ കറണ്ട് ഇയർ കോളത്തിൽ 6 lakh. ദെൻ റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. നമുക്ക് ഈ ഫോർമാറ്റിൻ്റെ ഓർഡറിൽ പോവാം. റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു അണ്ടർ റൈറ്റിംഗ് കമ്മീഷനുണ്ട്. നമുക്ക് ആ രീതിയിൽ ചെയ്യാം. റിസർവ് ആൻഡ് സർപ്ലസിൽ നിന്ന് കുറക്കുന്ന രീതിയിൽ എടുക്കാം ഫിക്റ്റീഷ്യസ് അസറ്റിനെ. ഓക്കെ, അപ്പോൾ ഇതിന് നോട്ട് നമ്പർ വേണം. നോട്ട് 1 റിസർവ് ആൻഡ് സർപ്ലസ് പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം. ഓക്കെ, ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ എഴുതുക. റിസർവ് ആൻഡ് സർപ്ലസ് 1,10,000 ആണ്. 1,10,000. വേറെ സർപ്ലസുകളോ വേറെ എന്തെങ്കിലും ക്യാപിറ്റൽ റിസർവോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ഫിക്റ്റീഷ്യസ് അസറ്റായ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ലെസ് ചെയ്യുക. അപ്പോൾ ലെസ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ 15,000 ആണ്. അപ്പോൾ 95,000 എന്ന് കിട്ടും.
95,000 ആണ് റിസർവ് ആൻഡ് സർപ്ലസ്. അപ്പോൾ നമ്മളിവിടെ റിസർവ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 1 കൊടുക്കുക, 95,000. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മണി റിസീവ്ഡ് അഗൈൻസ്റ്റ് ഷെയർ വാറണ്ട്. അങ്ങനെ ഒരു ഐറ്റം നമ്മൾ നോക്കിയിട്ട് ഇതിലില്ല. അപ്പോൾ ഓക്കെ, അത് വേണ്ട. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നിട്ടില്ല. ദെൻ ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നെക്സ്റ്റ് നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. അതല്ല ലോങ് ടേം ബോറോവിങ്സ്. നമ്മൾ പറഞ്ഞു ഈ ഡിബഞ്ചേഴ്സൊക്കെ എന്തായാലും ലോങ് ടേം ആയിരിക്കും. ഡിബഞ്ചേഴ്സ് അതേപോലെ തന്നെ അൺസെക്യൂർഡ് ലോൺ, ഇത് രണ്ടും ലോങ് ടേം ബോറോവിങ്സ് എന്ന് പറയുന്ന ഹെഡിൽ പെടുത്താം. അപ്പോൾ 2 ഐറ്റം ഉണ്ടല്ലോ, അതിന് നോട്ട് വേണ്ടി വരും. അപ്പം ഇതിൻ്റെ താഴെ തന്നെ എഴുതാം, നോട്ട് 2 എന്താണ്, ലോങ് ടൈം ബോറോവിങ്സ്. ലോങ് ടൈം ബോറോവിങ്സ്. ഈ ബോറോവിങ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. കമ്പനി ബോറോവിങ്സ് നടത്തിയതാണ് ലൈബിലിറ്റിയിൽ വരേണ്ടത് അല്ലേ. ഡിബഞ്ചറൊക്കെ ഇഷ്യൂ ചെയ്യുക, ലോൺ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കമ്പനിയുടെ ബാധ്യതയാണ്. ഇനി കൊടുത്തു എന്ന് പറഞ്ഞ് വന്നാൽ മാത്രമേ അത് എവിടെ വരികയുള്ളൂ, ഇവിടെ വരികയുള്ളൂ. ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ് സൈഡിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ലോങ് ടൈം ബോറോവിങ്സിൽ നമ്മൾ പറഞ്ഞ 2 ഐറ്റംസ് ആണ്, 5% ഡിബഞ്ചേഴ്സും അൺസെക്യൂർഡ് ലോണും. 5% ഡിബഞ്ചേഴ്സ് 2,20,000 ഉണ്ട്, 2,20,000. അൺസെക്യൂർഡ് ലോൺ 50,000 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തെടുക്കുമ്പോൾ 2,70,000 എന്ന് വരുന്നു. അപ്പോൾ 2,70,000 ലോങ് ടൈം ബോറോവിങ്സിൻ്റെ നേരെ ആദ്യം നോട്ട് നമ്പർ 2 2,70,000 എമൗണ്ട് ഓളത്തിൽ കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്. അങ്ങനെ ഒരു ഐറ്റം ഇല്ല. അതർ ലോങ് ടൈം ലയബിലിറ്റീസും നമ്മൾ വെക്കുമ്പോഴും വേറെ ലോങ് ടൈം ലയബിലിറ്റീസ് ഒന്നുമില്ല. ക്രെഡിറ്റേഴ്സൊക്കെ ഷോർട്ട് ടൈം ആണ്, ലോങ് ടൈം ലയബിലിറ്റീസ് ഇല്ല. ദെൻ കറണ്ട് ലയബിലിറ്റി, ഷോർട്ട് ടൈം ബോറോവിങ്സ്. ഷോർട്ട് ടൈം ബോറോവിങ്സ് ഒന്നും തന്നിട്ടില്ല. ട്രേഡ് പേയബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ആരാണ്, ക്രെഡിറ്റേഴ്സാണ് വരുന്നത് അല്ലേ. ട്രേഡ് പേയബിൾസ്, ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിൾസും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട് 30,000. ബിൽസ് പേയബിൾ ഇല്ല, ബിൽസ് റിസീവബിളേ ഉള്ളൂ, വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ അത് നോട്ടിൻ്റെ ആവശ്യമില്ല, നേരിട്ട് നമുക്ക് എന്ത് എഴുതാം, ട്രേഡ് പേയബിൾസിൻ്റെ നേരെ ക്രെഡിറ്റേഴ്സ് 30,000. നെക്സ്റ്റ് അതർ കറണ്ട് ലയബിലിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വരുത്താം അല്ലേ, ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് ഡ്യൂ ഓൺ 5% ഡിബഞ്ചേഴ്സ്. അത് അതർ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് അല്ലേ, എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് അതർ കറണ്ട് ലയബിലിറ്റീസ് ആണ്, ഒരു 10,000. അത് ഒരൈറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ എഴുതാം. പിന്നെ ഷോർട്ട് ടൈം പ്രൊവിഷൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അത് ഷോർട്ട് ടൈം പ്രൊവിഷനാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 25,000. അതും ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 10,30,000 എന്ന് വന്നു. അപ്പോൾ 10,30,000 തന്നെ ഇനി എവിടെയും വരണം, അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോഴും വരണം. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അസറ്റ് സൈഡിലോട്ട് നോക്കാം. അസറ്റ് സൈഡിൽ പറയുന്നത് ഇത് ഞാൻ വായിക്കുവാണേ, പിന്നെ അസറ്റിൻ്റെ നോട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ് ഡയറക്റ്റ് നമുക്ക് ഫിക്സഡ് അസറ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവിടെ നോട്ടിൻ്റെ ആവശ്യമുണ്ട്. കാര്യം എന്താ, ഫിക്സഡ് അസറ്റ് ആണ്, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇനി നോട്ട് നമ്പർ 3 അല്ലേ. അപ്പോൾ നോട്ട് നമ്പർ 3 ടാഞ്ചിബിൾ അസറ്റ്, ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് 8,60,000 ആണ്. 8,60,000 ലെസ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 30,000 ആണ്. അപ്പോൾ നമുക്ക് 8,30,000.
അതായിരിക്കണം ഇവിടെ കാണിക്കേണ്ടത്. ടാഞ്ചിബിൾ അസറ്റിൻ്റെ നേരെ നോട്ട് നമ്പർ 3 എഴുതുക. 8,30,000. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഐറ്റം എടുത്തു, ഈ ഐറ്റം എടുത്തു. നെക്സ്റ്റ് കുറച്ച് ഐറ്റംസ് കൂടിയുള്ള അതെല്ലാം ഈ കറണ്ട് അസറ്റ്സിൽ നമുക്ക് ഓൾറെഡി ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അല്ലേ. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ലോങ് ടൈം ലോൺസോ അഡ്വാൻസസോ നോൺ കറണ്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. കറണ്ട് അസറ്റിൽ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ചുമ്മാ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്ന് ഉള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് ലോങ് ടൈം ആയിട്ട് എടുക്കാം. അതെല്ലാ ഐറ്റം അങ്ങനെയാണ്. ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യാത്തപ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് ലോങ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, ലോങ് ടൈം നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് അല്ല, അതർ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്ന ഹെഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 70,000 കാണിക്കാം. പിന്നെ കറണ്ട് അസറ്റാണ്, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. ഇൻവെൻ്ററീസ് എന്നും പറഞ്ഞ് തന്നെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 60,000. അത് മാത്രമേ ഉള്ളൂ, നോട്ടിൻ്റെ ആവശ്യമില്ല. 60,000. ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെറ്റേഴ്സും വരും, ബിൽസ് റിസീവബിളും വരും. അപ്പോൾ നമുക്കിവിടെ ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ട് 20,000, അതവിടെ എഴുതാം 20,000. നെക്സ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ് കേട്ടോ. നമുക്കും ബാലൻസ് ആ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ഇനി ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് 50,000, അതും ഡയറക്റ്റ് അങ്ങോട്ട് എഴുതാം. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 50,000. ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇല്ല, നമ്മൾ ഐറ്റംസ് എല്ലാം എടുത്തു കഴിഞ്ഞിന് വേറെ ഐറ്റംസ് ഒന്നും മിച്ചമില്ല. അപ്പോൾ നമുക്കിതും ടോട്ടൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുമ്പോഴും 10,30,000 വരുന്നുണ്ട്. 10,30,000. ഓക്കെ, കണ്ടോ? അപ്പോൾ രണ്ട് സൈഡും ടാലി ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെർട്ടിക്കൽ ഫോർമാറ്റിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ബാലൻസ് പോർഷനായിട്ട് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷനായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.